ഇനി വെറും 3 മാസത്തിനുള്ളിൽ ഐഫോൺ 16 ലൈനപ്പ് ആപ്പിൾ റിലീസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോർമൽ 16 സീരീസിലും അതോടൊപ്പം പ്രോ സീരീസിലും 16 പ്രോ സീരീസിലും വരാൻ പോകുന്ന ഹാർഡ്വെയർ ചേഞ്ചസും അതോടൊപ്പം തന്നെ നിങ്ങൾ അധികം പേരും ശ്രദ്ധിക്കാതെ പോയ WWDC ഇവന്റിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആ ഒരു AI ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലെ ഏതാനും ചില ഫീച്ചേഴ്സ് ഐഫോൺ 16 സീരീസിലെ ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ പുതിയ ബ്രാൻഡ് ന്യൂ ഐഫോൺ 16 സീരീസിൻ്റെ മോഡൽസിൽ നിന്ന് തുടങ്ങാം. സോ യൂഷ്വലി നമ്മൾ കാണുന്ന പോലെ തന്നെ 16, 16 പ്ലസ്, 16 പ്രോ ആൻഡ് 16 പ്രോ മാക്സ് എന്നുള്ള 4 മോഡൽസാണ് വരുന്നത്. എന്നാൽ ഇതിൽ ആദ്യം നമുക്ക് ലോവർ എൻഡ് മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ 16ഉം 16 പ്ലസിൽ തുടങ്ങും. സോ 16ലും 16 പ്ലസിലും വരാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഐഫോൺ 16 ലൈനപ്പ് എൻറ്റയർ ലൈനപ്പും മാർക്കറ്റിൽ സെല്ലായി പോകാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ആയിരിക്കും. കാരണം ആപ്പിളിൻ്റെ സൈഡിൽ നിങ്ങൾ AI ഫീച്ചേഴ്സിൻ്റെ ഓപ്ഷനിൽ നോക്കിയാൽ അറിയാം, ഐഫോൺ 15 പ്രോ അതിനുശേഷം M1 സീരീസിൽ അല്ലെങ്കിൽ M സീരീസിൽ വരുന്ന ആപ്പിളിൻ്റെ മാക്സ് സിലിക്കൺ അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും മാത്രമേ ഉള്ളൂ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ സപ്പോർട്ട് ചെയ്തുള്ളൂ. അതിനർത്ഥം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 14 പ്രോ മാക്സ് വരെയുള്ള ഡിവൈസുകളൊന്നും തന്നെ AI ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തില്ല. ഓൺ ഡിവൈസ് ഈ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ മേ ബി ഇനി ക്ലൗഡ് ത്രൂ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഫംഗ്ഷനാലിറ്റി വർക്കാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഓൺ ഡിവൈസ് AI ഫംഗ്ഷനാലിറ്റീസ് ഒന്നും നമുക്ക് ഈ പറഞ്ഞ ഡിവൈസുകളൊന്നും ഇൻക്ലൂഡിങ് ഐഫോൺ 15 നോർമൽ 15 സീരീസിലും വർക്കാകത്തില്ല, 15 പ്രോ സീരീസിലും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇനി ഇറങ്ങാൻ പോകുന്ന 16 ലൈനപ്പിൽ ഇതേ അവസ്ഥ വന്നാൽ, അതായത് 16 പ്രോ സീരീസിൽ മാത്രം AI ഫംഗ്ഷനാലിറ്റി വർക്കാകുന്നു, എന്നാൽ ലോവർ എൻഡ് മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ 16ൽ ഇത് വർക്കാകത്തില്ല എന്ന് വന്നാൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും ആപ്പിൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ലോവർ എൻഡ് മോഡൽസിലും അതായത് ഐഫോൺ 16ലും 16 പ്ലസിലും ആപ്പിൾ AI ഫീച്ചേഴ്സ് കൊണ്ടുവരും. കാരണം ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഐഫോൺ 16 സീരീസിൽ ലോവർ എൻഡ് മോഡൽസിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ അതിൽ വരാൻ പോകുന്ന ചിപ്പ് എന്ന് പറയുന്നത് A18 ആയിരിക്കും. ഇതുവരെ നമുക്കറിയാം കഴിഞ്ഞ 2 വർഷവും ആപ്പിൾ അതിന് തൊട്ട് മുന്നേ ഉള്ള സീരീസിൻ്റെ ചിപ്പായിരുന്നു ലോവർ എൻഡ് മോഡൽസിന് കൊടുത്തത്. ഹയർ എൻഡ് മോഡൽസിന് അതായത് 15 പ്രോയ്ക്ക് മാത്രമായിരുന്നു പുതിയൊരു വെർഷൻ ചിപ്പ് കൊടുത്തത്. എന്നാൽ ഈ വർഷം ആപ്പിൾ അതിന് ചെറിയൊരു മാറ്റം വരുത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, 16 സീരീസിലേക്ക് നോർമൽ പ്രീവിയസ് ഇയറിലെ ആ ഒരു പ്രോസസ്സർ കൊടുക്കുന്നതിന് പകരം ആപ്പിൾ ഒന്നെങ്കിൽ ഈ വർഷം അതായത് ഇപ്പം നിലവിലുള്ള ഐഫോൺ 15 പ്രോ സീരീസിലുള്ള A15 പ്രോ ആയിരിക്കാം മേ ബി ആപ്പിൾ നോർമൽ ഐഫോൺ 16ലും 16 പ്ലസിലും കൊടുക്കുന്നത്. മേ ബി അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം A18 എന്നുള്ളൊരു പുതിയ പേര് കൊടുത്തിട്ട് ഇപ്പം നിലവിൽ ഐഫോൺ 15 പ്രോയിൽ വന്നേക്കുന്ന അതേ ചിപ്പ് തന്നെ മേ ബി കുറച്ച് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തി ആപ്പിൾ ഈ ഒരു ലോവർ എൻഡ് മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ 16ലും 16 പ്ലസിലും കൊടുക്കാനുള്ള ചാൻസസ് ആണുള്ളത്. കാരണം ഈ പറഞ്ഞ AI ഫംഗ്ഷനാലിറ്റീസ് എല്ലാം വർക്കാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ്. കൺസ്യൂമർ ലെവലിൽ നോക്കുകയാണെങ്കിൽ നഷ്ടമാണ്. അതോടൊപ്പം ആപ്പിളിൻ്റെ മാർക്കറ്റിംഗ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ആപ്പിളിന് തീർച്ചയായിട്ടും ഈ AI ഫംഗ്ഷനാലിറ്റീസ് ഒന്നും വർക്കാകത്തില്ല എന്നുണ്ടെങ്കിൽ ആരും മേടിക്കാനാണ്. സോ തീർച്ചയായിട്ടും ഈ 2 ഓപ്ഷൻസ് ആണ് കാണുന്നത്. വീഡിയോയുടെ ഈ ഒരു പോർഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെറ്റ്ഫിക്സ് ആണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ആപ്പിൾ പ്രോഡക്റ്റുകൾ, അത് നിങ്ങളുടെ ഐഫോണോ ഐപാഡ് മാക്കും എയർപോഡ്സോ ആപ്പിൾ വാച്ചും ഒക്കെ വളരെ പ്രൊഫഷണലി മികച്ച ഹാർഡ്വെയർ ലെവൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഗെറ്റ്ഫിക്സ്. പ്രൊഫഷണലി എന്ന് പറയുമ്പം 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്, കാരണം അവർക്ക് ഒരു ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. 2, നമ്മളുടെ ഡിവൈസുകൾ കൊണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഹാർഡ്വെയർ പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള അത്ര കേപ്പബിൾ ആയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടീമും അതോടൊപ്പം തന്നെ ഇവരുടെ ഓണേഴ്സ് അവരും ഏത് തരത്തിലുള്ള പ്രോബ്ലത്തിനും വളരെ റിലയബിളും കൺവീനിയൻറ്റും ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ വെൽ എക്വിപ്ഡ് ആണ് ഗെറ്റ്ഫിക്സ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധാരാളം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളും ഗെറ്റ്ഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിലേക്ക് വരുമ്പോൾ ചിപ്പ് ലെവൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ നമുക്കുണ്ടാകുന്ന ബോർഡിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഇഷ്യൂസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനും സോർട്ട് ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം ഐഫോൺ ഐപാഡ് മാക്കുകളിലെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനും ബാറ്ററി റീപ്ലേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായുള്ള പല സർവീസുകളാണ് കേരളത്തിൻ്റെ പല ജില്ലകളിലും ഗെറ്റ്ഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള സകല ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് വെബ്സൈറ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രണ്ടാമത് മ്യൂട്ട് ബട്ടൺ. നിലവിലുള്ള ആ ഒരു ഫിസിക്കൽ മ്യൂട്ട് ബട്ടൺ അത് മാറ്റി ആപ്പിൾ ഈ ഒരു iOS 18 റിലീസ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് വീഡിയോയിൽ നമ്മൾ കണ്ടാണ് ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന ഫീച്ചർ കഴിഞ്ഞ വർഷമേ ആപ്പിൾ ഐഫോൺ 15 പ്രോ ലൈനപ്പിൽ കൊണ്ടുവന്നതാണ്. അതേ ആക്ഷൻ ബട്ടൺ ആപ്പിൾ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന 16 ലൈനപ്പിലെ 4 മോഡൽസിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് iOS 18 ഇവന്റ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു പോർഷനിൽ ആപ്പിൾ പറയുന്നുണ്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് ആക്ഷൻ ബട്ടണിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം iOS 18 കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കുറേയധികം ചെറുതും വലുതുമായിട്ടുള്ള
അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഡിവൈസിൻ്റെ സിസ്റ്റമായിട്ടുള്ള പല ഫീച്ചേഴ്സും നമുക്കിപ്പം ആക്ഷൻ ബട്ടണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ സെൻറ്ററിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. മൂന്നാമത് ക്യാമറ സെറ്റപ്പാണ്. ഐഫോൺ 10ലും 10s നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ആ ഒരു വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്തേക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഐഫോൺ 16ലും 16 പ്ലസിലേക്ക് ആപ്പിൾ വീണ്ടും കൊണ്ടുവരുന്നത്. ഇത് വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്തതിൻ്റെ പുറകിലുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് സ്പേഷ്യൽ വീഡിയോ ഷൂട്ട് ചെയ്യുക ആ ഒരു ഫീച്ചർ നമുക്ക് എല്ലാ ഡിവൈസിലും എനേബിൾ ചെയ്യുക. കാരണം വിഷൻ പ്രോ യൂസേഴ്സിന് അവരുടെ ഫോട്ടോസും വീഡിയോസും ആ ഒരു സ്പേഷ്യൽ എൻവയോൺമെൻറ്റിൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെപ്തും അല്ലെങ്കിൽ ഡീറ്റെയിൽസും എല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിലെ നാലാമത്തത് ക്യാപ്ചർ ബട്ടൺ. ഫോട്ടോസും വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ആപ്പിൾ കൊണ്ടുവരുന്നു. സോ നമുക്കറിയാം DSLR മിറർലെസ് ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം അതിനൊരു ഡെഡിക്കേറ്റഡ് ക്യാപ്ചർ ബട്ടൺ ഉണ്ട്. സോ അതിൽ നമ്മൾ ഹാഫ് പ്രസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഫുൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഹാഫ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ഷൂട്ട് ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് ആകുന്നതായിരിക്കും. പിന്നീട് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫുൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതേ സെയിം ഫംഗ്ഷനാലിറ്റി ആണ് ആപ്പിൾ ക്യാപ്ചർ ബട്ടണിലൂടെ ഐഫോൺ 16 ലൈനപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു ക്യാപ്ചർ ബട്ടൺ തീർച്ചയായിട്ടും ഐഫോൺ 16 ലൈനപ്പിലെ എൻറ്റയർ ലൈനപ്പിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചറിൽ ഒന്നാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മേബി പറയാൻ പറ്റത്തില്ല. ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്ട്രാ ഈ ഒരു ക്യാപ്ചർ ബട്ടണിലേക്ക് ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റീസ് മേ ബി ആപ്പിൾ കൊണ്ടുവന്നേക്കാം. ഈ ഒരു ബട്ടൺസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കഴിഞ്ഞ വർഷം നമ്മൾ 15 ലൈനപ്പിൻ്റെ ലീക്സും റൂമേഴ്സും ഒക്കെ കേട്ടപ്പം അറിഞ്ഞൊരു കാര്യമാണ് ആപ്പിൾ ഇപ്പോൾ ഉള്ള ആ ഒരു ഫിസിക്കൽ ബട്ടൺസ് ഒഴിവാക്കിയിട്ട് ഐഫോൺ 7ലും 6sലും ഒക്കെ കൊണ്ടുവന്ന പോലത്തെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്ന ബട്ടൺസ് ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളത്. അതിന് ഈ വർഷത്തെ iOS 18 നമ്മൾ iOS 18ൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അത് വലിയ സംഭവ കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വോളിയം വോക്കറിൻ്റെ അവിടെ അല്ലെങ്കിൽ പവർ ബട്ടൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാം ആ ഒരു ബെസലിൻ്റെ അവിടെ ഒരു നമുക്കൊരു ആനിമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ആനിമേഷൻ നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിങ്ങനെ തള്ളി വെളിയിലേക്ക് വരുന്നു, ബെസൽ തള്ളി വെളിയിലേക്ക് വരുന്നു, അതേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആനിമേഷനാണ്. അത് നമുക്ക് നിസ്സാരമാണ്. പക്ഷേ ഈ പറഞ്ഞ ഹാപ്റ്റിക് ബട്ടൺസ് അല്ലെങ്കിൽ ക്യാപ്ചർ ബട്ടൺ ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം നമുക്ക് ഒരു പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിൽ ഈ ബട്ടൺസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സഹായിക്കുന്ന ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഫീച്ചറായി വേണേൽ മാറിയേക്കാം. എന്നാൽ ഇനി ഹയർ എൻഡ് മോഡൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ 16 Pro മാക്സിൻ്റെ ചിപ്സ് ഐഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ആപ്പിൾ A17 പ്രോയിനേക്കാളും ഹയർ കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ എഫിഷ്യൻസിയുള്ള TSMCയുടെ 3 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന A18 Pro എന്ന് പറയുന്ന ചിപ്സെറ്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. അത് ഡെഫിനറ്റ്ലി A18 Pro തന്നെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എസ്പെഷ്യലി ഓൺ പെർഫോമൻസ് ആൻഡ് ബാറ്ററി. കാരണം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതിലേക്ക് വരുമ്പം AI ഫങ്ഷണാലിറ്റീസ് എല്ലാം സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹയർ കേപ്പബിലിറ്റി ഉള്ള ന്യൂറൽ എഞ്ചിൻ അല്ലെങ്കിൽ ഹയർ കോർ കൗണ്ട് ഉള്ള ന്യൂറൽ എഞ്ചിൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ ന്യൂറൽ എഞ്ചിൻ്റെ കൗണ്ടും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം റാമിൻ്റെ കാര്യത്തിലും ഇൻക്രീസും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ രീതിയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ 16 ലൈനപ്പ് എന്നുള്ളതിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചറായിട്ട് AIനെ നമുക്ക് പുഷ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ആപ്പിളിന് പുഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിലൂടെ കുറേയധികം ഡിവൈസ് സെല്ല് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഓവറോൾ അല്ലെങ്കിൽ ഗ്ലോബലി. പ്രോ സീരീസിലേക്ക് വരുമ്പം രണ്ടാമത്തെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ WWDC ഇവൻറ്റിൽ കണ്ടിട്ടുള്ള കുറച്ച് AI ഫീച്ചേഴ്സ് അല്ലാതെ അഡീഷണലായിട്ട് എക്സ്ട്രാ AI ഫീച്ചേഴ്സ് ആപ്പിൾ പ്രോ സീരീസിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മൂന്നാമത് ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ്. കാരണം അത് 4 ഡിവൈസുകളിലും 16 ലൈനപ്പിലെ 4 മോഡൽസിലും ആപ്പിൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ജനറേഷനേക്കാൾ കൂടുതൽ കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ബാറ്ററീസ് ആയിരിക്കും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നാലാമത് ഡിവൈസിൻ്റെ ഓവറോൾ സൈസിൽ വ്യത്യാസം വരാൻ പോകുന്നു. അതായത് 6.1 ഇഞ്ച് എന്നുള്ളത് മാറി ആപ്പിൾ 6.3 ഇഞ്ചാണ് ഐഫോൺ 16 പ്രോയിലേക്ക് കൊണ്ടുവരുന്നത്. നിലവിലുള്ള 15 പ്രോയിനേക്കാൾ കുറച്ചും കൂടെ ലേശം സൈസ് കൂടുതലായിരിക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം 16 Pro മാക്സിൽ നമുക്ക് 6.7 എന്നുള്ളത് മാറി 6.9 ഇഞ്ചിലേക്ക് ആപ്പിൾ മാറ്റുന്നു. ഈ ഒരു ഡിഫറൻസ് മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബെസൽസിലാണ്. കാരണം വേൾഡിൽ തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോൺസിൽ വെച്ച് ഏറ്റവും തിന്നസ്റ്റ് ബെസൽസ് ആയിരിക്കും ഐഫോൺ 16 പ്രോ സീരീസിൽ വരാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിൽ വെച്ച് ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ബെസൽസ് ആയിരിക്കും എന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. ഇപ്പം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മിക്ക കാര്യങ്ങളും കൺഫേംഡ് ആയിട്ടുള്ള ലീക്സ് ആണ്. ഇതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. സോ ഇങ്ങനെ തിന്നസ്റ്റ് ബെസൽസ് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫീച്ചർ നമുക്ക് എളുപ്പം ബട്ടൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഹാപ്റ്റിക്കിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ബെസൽസ് തള്ളി വെളിയിലേക്ക് വരുന്ന ആനിമേഷനിലൂടെ നമുക്ക് ആ ബട്ടൺ ഏതാണെന്ന് മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. സോ അതിനുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി iOS 18 ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് എന്താണ്
എന്നുള്ള കാര്യങ്ങൾ ആപ്പിൾ വിശദീകരിച്ചിട്ടില്ല. കുറേ ഫീച്ചേഴ്സ് ആപ്പിൾ മിണ്ടാതെ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും iPhone 16 സീരീസിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിലേക്ക് വരുമ്പം നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരാൻ പോകുന്ന കുറച്ച് വിഷ്വൽ ചേഞ്ചസ് ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും പറയാം. ഈ ഒരു 16 Pro റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൈഡ് ബൈ സൈഡ് 15 Proയും 16 Proയും നോക്കിയോ, വിഷ്വലി യാതൊരു ചേഞ്ചും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം വളരെ ഐഡൻറ്റിക്കൽ ആയിരിക്കും ഓവറോൾ ഡിസൈൻ്റെ കാര്യത്തിൽ. ഡിസൈൻ, ഓവറോൾ ഷേപ്പ്, സൈസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഐഡൻറ്റിക്കൽ ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ സൈഡ് ബസൽസ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ടൈറ്റാനിയം മെറ്റീരിയൽ തന്നെയായിരിക്കും ഈ വർഷവും ആപ്പിൾ 16 Pro ലൈനപ്പിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച നമ്മളുടെ ഈ ഒരു മാറ്റ് ഫിനിഷാണ്. ഞാനും അത് റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ഒരു മാറ്റ് ഫിനിഷ് വന്നപ്പം നമുക്ക് ആ ഒരു ഗ്ലോസി ഫിനിഷ്, അതായത് പ്രോ സീരീസിൽ നമ്മുടെ ഇപ്പോൾ 14 Pro എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലോസി ഫിനിഷ്, പെട്ടെന്ന് ഷൈനി ആയിട്ടുള്ളൊരു ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോ ഫീല് നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ 15 Pro സീരീസിലേക്ക് വന്നപ്പോൾ നമുക്ക് ആ ഒരു ഫീല്, ആ ഒരു പ്രോ ലക്ഷറി ഫീല് നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 16 Pro സീരീസിലേക്ക് വരുമ്പം ഈ ഒരു ബ്രഷ്ഡ് ടൈറ്റാനിയം ഫിനിഷ്, ഈ ഒരു മാറ്റ് ഫിനിഷ് മാറി അതിന് പകരം ഒരു പോളിഷ്ഡ് ടൈറ്റാനിയം ഫിനിഷ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് തന്നെയായിരിക്കും ആപ്പിളിൻ്റെ ഹൈലൈറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പോകുന്നത്. കാരണം വിഷ്വലി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഡിവൈസുമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. ഹയർ എൻഡ് മോഡൽസിൽ, ലോവർ എൻഡ് മോഡൽസിൽ തീർച്ചയായിട്ടും 16ലും 16 Plusലും നല്ല മാറ്റം ഉണ്ടാകും. അത് വിഷ്വലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹയർ എൻഡ് മോഡൽസിൽ 16 Proയിലും 16 Pro Maxലും നമുക്ക് വിഷ്വലി ഡിസൈനിൽ ഓവറോൾ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഓവറോൾ പെർഫോമൻസിൻ്റെ വരാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, തെർമലിൽ വരാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, AI ഫീച്ചേഴ്സ്, ക്യാപ്ചർ ബട്ടൺ. അപ്പോൾ ഇതൊക്കെയാണ് അപ്കമിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ iPhone 16 ലൈനപ്പിനെ പറ്റിയുള്ള പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you next video. Till then, peace.